ഹായ്, ഇന്നലെ ഷാനവാസിന്റെ ഫാൻസ് മീറ്റപ്പ് ഉണ്ടായിരുന്നു കൊച്ചി. തീർച്ചയായും മികച്ച ഒരു പരിപാടിയായിരുന്നു. നല്ല രീതിയിലാണ് സംഘാടകർ ഈ പരിപാടിയെ സമീപിച്ചത്. വളരെ മികച്ച രീതിയിൽ ഇതൊരുക്കാൻ അവർക്ക് സാധിച്ചു. പല ഫാൻസ് മീറ്റപ്പും ചുമ്മാ ഒരു പ്രഹസനം മാത്രമായിരിക്കെ ഷാനവാസിന്റെ ഈ ഫാൻസ് മീറ്റപ്പ് മികച്ചതായി എന്നുള്ളത് തന്നെയാണ്. നല്ല രീതിയിൽ അത് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ബിഗ് ബോസിൽ ഷാനവാസിനൊപ്പം ഉണ്ടായിരുന്ന വേദലക്ഷ്മി അതുപോലെ അനീഷ്, ഇവർ രണ്ടുപേരും ഈ പരിപാടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾക്ക് എല്ലാവർക്കും സർപ്രൈസ് ആയിരുന്നു. നമ്മൾക്കറിയാം, ബിഗ് ബോസ് വീട്ടിനകത്ത് ഈ പറയുന്ന വേദലക്ഷ്മിയായിട്ടും അനീഷായിട്ടും ഒക്കെ നല്ല രീതിയിൽ വഴക്കുണ്ടായിരുന്നു ആദ്യ സമയങ്ങളിൽ. പിന്നീടാണ് അവർ നല്ല സുഹൃത്തുക്കളായി മാറിയത്. ഇപ്പോൾ ഇവർ നല്ല അടുപ്പത്തിലാണ്, നല്ല സുഹൃത്തുക്കളാണ്. അനീഷ്, ഷാനവാസ് ഇവർ തമ്മിലുള്ള ബിഗ് ബോസ് വീട്ടിനകത്തെ സൗഹൃദം, അതായത് അഭിനയിക്കുകയാണോ ഗെയിമിന് വേണ്ടി ഉള്ളതാണോ എന്നുള്ളൊരു സംശയം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പല ആൾക്കാരും അത് റിയൽ ആണ് എന്ന് പറഞ്ഞു, പല ആൾക്കാരും പറഞ്ഞു അത് ഫേക്ക് ആണ് എന്ന് പറഞ്ഞു. ചില ആൾക്കാർ പറഞ്ഞു അനീഷ് ഫേക്ക് ആണ് എന്ന് പറയുന്നു, ചിലർ പറഞ്ഞു ഷാനവാസ് ഫേക്ക് ആണ് എന്ന്. തീർച്ചയായും ഈ സൗഹൃദം തുടങ്ങിയത് ഗെയിമിന് വേണ്ടി തന്നെയായിരുന്നു. അത് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. ഗെയിമിന് വേണ്ടി തന്നെയാണ് ഷാനവാസും അനീഷും സൗഹൃദത്തിലായത്. പക്ഷെ പിന്നീട് അത് നല്ല രീതിയിൽ വളരുകയായിരുന്നു, നല്ല ആത്മബന്ധം ഉണ്ടാവുകയായിരുന്നു. ഇപ്പോ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. ഷാനവാസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം 2-3 തവണ അനീഷ് തന്നെ വിളിക്കും എന്ന്. അപ്പോൾ നമ്മൾക്ക് ചിന്തിക്കാം അവർ തമ്മിലുള്ള ആ സൗഹൃദം എത്രത്തോളം വലുതാണ് എന്ന്. ഇന്നലെ ഷാനവാസിന്റെ ഫാൻസ് മീറ്റപ്പിൽ പ്രതീക്ഷിക്കാതെ അനീഷ് കടന്നു വരുന്നു. തീർച്ചയായും അത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവമായി മാറി. അവിടെ അനീഷ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഷാനവാസിനെ കുറിച്ചും അതുപോലെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്താണ് അനീഷിന് പറയാനുള്ളത് എന്ന് നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് നേരത്തിൻ ഗതിയറിയാതെ ലോകത്തിൻ ചോദിച്ചു ഗസ് ഉണ്ടോന്ന് ചോദിച്ചു. ഒന്നടങ്കം പറയുന്നത് അനീഷേട്ടൻ തന്നെയാണ്. ആ സ്നേഹം ഓൾറെഡി. ആൻഡ് ഓൾസോ സെഷന്റെ സമയത്ത് ഞാൻ ആദ്യം അനീഷേട്ടന്റെ ഫാനാണ് എന്ന് ആദ്യമേ ജാമ്യമൊക്കെ എടുത്തിട്ടാണ് ഷാനക്കയോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഷാനക്ക തിരിച്ചു പറഞ്ഞു ഞാനും അനീഷേട്ട ഫാൻ തന്നെയാണെന്നാണ് പറയുന്നത്. സോ ഓൾ ആർ വെയിറ്റിംഗ് ഫോർ യു ഡിയർ. ഞങ്ങൾക്ക് വേണ്ടി 2 വാക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ അടിക്കുന്നു. ഞാൻ ഒന്നാമത്തെ കാര്യം, ഇത്ര വലിയൊരു ഫംഗ്ഷൻ നടക്കുന്നു, അപ്പം ഷാനവാസ് ഭയങ്കര സൂപ്പറായിട്ട് ഇരിക്കുന്നു. അത് വേറൊന്നല്ല, ഇവൻ പോകുന്ന ഫംഗ്ഷനിലൊക്കെ ഇവൻ നല്ല കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പം ഇവൻ എന്തായാലും തോൽപ്പിക്കണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷാനവാസ്, ബഹുമാനപ്പെട്ട ഷാനവാസ് ഇരിക്കൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യനായിട്ട ഷാനവാസിനെ ഏറ്റവും ഹൃദയത്തിൽ നെഞ്ചിലേറ്റി ആദരിക്കുന്ന ഷാനവാസിൻ്റെ പ്രിയപ്പെട്ട ആരാധകർ, എനിക്ക് ഈ നിമിഷത്തിൽ എന്താണ് പറയേണ്ടത് എന്നുള്ള സത്യമായിട്ടും ഒരു ഐഡിയയും ഇല്ല. കാരണം ഇത് ഷാനവാസിൻ്റെ ദിനാണ്, ഷാനവാസിൻ്റെ ആരാധകരുടെ ദിവസമാണ്. സോ ഞാൻ എന്ത് പറയും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഷാനവാസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ നേർവഴിക്ക് നടത്തുന്ന ഒരു ഗുരു, മെൻറ്റർ, ചേട്ടൻ, അനിയൻ അല്ലെങ്കിൽ ബ്രദർ എന്നുള്ള നിലയിലൊക്കെയാണ് ഞാൻ കാണുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ ഒരു ഗുരുവായിട്ടാണ് ഞാൻ ഷാനവാസിനെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ കയറുമ്പോൾ എല്ലാവരും ഷാനുക്ക അല്ലെങ്കിൽ ഇക്ക എന്നൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷെ ഞാൻ എന്തുകൊണ്ടോ ഷാനവാസ് എന്നാണ് വിളിക്കുന്നത്. കുഴപ്പമില്ലല്ലോ? അത് എന്നെക്കാളും പ്രായം കൂടുതലുള്ളതല്ലേ, വിളിച്ചോ, കുഴപ്പമില്ല. ഏത് വകയില്? അതുകൂടി പറ. എന്നെക്കാളും പ്രായം കൂടുതലാണ്. ബിഗ് ബോസ് എന്ന് തുടങ്ങിയതാ ഞാൻ ഇവന്റെ ആധാർ കാണണം എന്ന് പറയുന്നത്, ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല. ഷാനവാസെ, ഒരു കാര്യം പറയട്ടെ, നമ്മൾ ആധാറും പാൻ കാർഡും ഒക്കെ കൊടുത്തിട്ടാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത് കേട്ടോ. ആരോ പറഞ്ഞു അതൊക്കെ എഡിറ്റ് ചെയ്തതാണ്. ഷാനവാസ് എന്റെ അനിയനാണോ എന്ന് തകർന്നു പോയി ഞാൻ. അതാണല്ലോ സത്യം. ഷാനവാസ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനീഷിന്റെ വീട്ടിലേക്ക് വരും എന്നൊക്കെ. എന്തുകൊണ്ട് വന്നില്ല അത് പറ. വീട്ടിൽ ചെന്നിട്ട് കാര്യമല്ല, അനീഷിനെ കാണാൻ കിട്ടുന്നില്ല. അനീഷ് ഫുള്ള് ഉദ്ഘാടനം, ഫംഗ്ഷൻ, കാര്യങ്ങളാണ്. ഒന്ന് നിലത്ത് നിൽക്കട്ടെ എന്നിട്ട് വരാന്ന് വിചാരിച്ചു. ശരി. ഒന്നാമത് ഞാനൊരു ആക്ടർ അല്ല ശരിക്കും. ഉള്ളെന്ന് കൊടുക്കണം, ഫ്രം ദ ബോട്ടം ഓഫ് യുവർ ഹാർട്ട്. ഉള്ളെന്നൊരു സ്നേഹം വിറക്കല്ലേ അനീഷേട്ട, കമോൺ.
ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആക്ച്വലി ഒരു ആക്ടർ അല്ല. ഇത്രയും ആളുകളുടെ ഒക്കെ മുന്നിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോൺഷ്യസ് ആണ്. ഓക്കെ ഫൈൻ. എന്നാ ഒരു ഉമ്മ ഷാനവാസ്ക അങ്ങോട്ടേക്ക് പറ്റും. ചോദിച്ച സ്ഥിതിക്ക് ഒരു ഉമ്മ ഇവിടേക്ക് കൊടുക്കും. ഞാൻ ആക്ടർ ആണെന്ന് വിചാരിച്ചിട്ട് ആക്ട് ചെയ്യുന്നതല്ല. അല്ല, ഡെഫിനറ്റ്ലി ഫ്രം ഹാർട്ടിൽ നിന്ന്. യെസ്, Come കം on, ഓൺ baby. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കാര്യം എടുത്തേ. സ്വീറ്റ്. യെസ്, താങ്ക് യു സോ മച്ച്. കണ്ടില്ലേ എന്ത് രസമാണ് അവരുടെ ആ സ്നേഹം, സന്തോഷം. എന്തൊക്കെയാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സന്തോഷം തോന്നി ഇവർ തമ്മിലുള്ള ഈ സ്നേഹം ഇങ്ങനെ കണ്ടപ്പോൾ. ഇവരുടെ സ്നേഹം അവരുടെ ജീവിതാവസാനം വരെ മുന്നോട്ട് പോട്ടെ. എന്തായാലും ഷാനവാസിനെ നമ്മൾക്കിനി ബിഗ് സ്ക്രീനിൽ കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഒരുപാട് ആരാധകരുള്ള ഒരാളാണ് ഷാനവാസ്. അവര് വളരെ ആത്മാർത്ഥമായി തന്നെയാണ് ഷാനവാസിനെ സ്നേഹിക്കുന്നത്. ആ സ്നേഹം ഷാനവാസ് അവർക്ക് തിരിച്ചു കൊടുക്കുന്നുമുണ്ട്. തീർച്ചയായും വരുന്ന നാളുകളിൽ ഷാനവാസിന്റെ വലിയ രീതിയിലുള്ള ഒരു ഉയർച്ച നമുക്ക് കാണാൻ സാധിക്കും. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.